പാണക്കാട്ടെ പട്ടാളം, ഇത് പാവനമായൊരു പ്രസ്ഥാനം. കുശിരന്മാരുടെ നിരയാണ്, ഇത് ഉന്നതർ കാട്ടിയ വഴിയാണ്. 1948 മദിരാശിയിലെ രാജാദി ഹാളിൽ വെച്ച് മഹാനായ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് രൂപം നൽകിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി പടപൊരുതിയ മുസ്ലിം ലീഗ്, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പ്രയാസകരമായ കാലഘട്ടത്തിലൂടെ അതിജീവിച്ച് കടന്നുവന്ന മഹിത പ്രസ്ഥാനവും ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ത്യയിലെ അധംസ്ഥിത പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗത്തിന്റെ രക്ഷയും ആവേശവുമായി മാറി പിന്നീട് മുസ്ലിം ലീഗ്. പച്ചപ്പടയുടെ പവര്, ഇടനെഞ്ച് എന്നിവര് ഈ ആവേശം മല തല്ലുമ്പോൾ ഉച്ച വിളിക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സിന്ദാബാദ്. പിന്നോക്കത്തിന്റെ കാവലേന്തിയ ഒരു ജനതയെ രാജ്യത്തിന്റെ ബാഹുദേയം നിർണയിക്കുന്ന കാര്യത്തിൽ മറ്റുള്ളവരോടൊപ്പം തുല്യ പങ്കാളിത്തവും മുസ്ലിം ലീഗിലൂടെ നമുക്ക് സാധിച്ചു. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ലീഗിനെതിരെ പരിഹാസ്യമുയർത്തിയവർക്ക് കാലം മറുപടി നൽകി. ഭാരതാംബയുടെ ചെങ്കോട്ടയ്ക്ക് മുകളിൽ അർദ്ധചന്ദ്രാങ്കിത ഹരിത പതാകയുടെ വാഹകരായി ഇന്ദ്രപ്രസ്ഥത്തിൽ പരിരസിക്കാനും പ്രതിനിധികൾ മുസ്ലിം ലീഗിനുണ്ടായി. ഉത്തരേന്ത്യയുടെ, പശ്ചിമ ബംഗാളിന്റെ, ഗുജറാത്തിന്റെ തെരുവൂരങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ സ്വന്തം മനസ്സാക്ഷി നമ്മോട് പറയും, ഇവിടെയൊരു മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നുവെങ്കിൽ, ഇവിടെയൊരു ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലെന്ന്. ന്യൂനപക്ഷ സമുദായത്തെ ഒന്നടങ്കം കശാപ്പ് ചെയ്യുന്ന ഗുജറാത്തിലൂടെയും നന്ദിഗ്രാമിലൂടെയും കടന്നുപോകുമ്പോൾ ഈ കൊച്ചു കേരളത്തിലെ നമ്മൾ എത്ര ഭാഗ്യവാന്മാർ. തീവ്രവാദത്തിനും വർഗീയതക്കുമെതിരെ ലീഗും ലീഗിന്റെ നേതാക്കന്മാരും സന്ധിയില്ലാ സമരം തന്നെ ചെയ്തു. രാഷ്ട്രീയപരമായ നഷ്ടങ്ങളുണ്ടായപ്പോഴും ലീഗ് തീവ്രവാദത്തിന്റെയും ഫാസിസത്തിന്റെയും മുന്നിൽ മുട്ടുമടക്കിയില്ല. രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ തന്റെ പുത്രൻ മിയാൻ ഖാനെ പറഞ്ഞയക്കാൻ തയ്യാറായ സൂഫി വര്യനായ ഖായിദെ മില്ലത്തിന്റെ പ്രസ്ഥാനം നടുവട്ടത്തും പയ്യോളിയിലും കലാപമുണ്ടായപ്പോൾ എന്നെ വെട്ടിയതിനു ശേഷമേ മറ്റൊരു ഹൈന്ദവ സഹോദരന്റെ ദേഹത്ത് കൈവയ്ക്കാവൂ എന്നുച്ചേശ്വരം പ്രഖ്യാപിച്ച മഹാനായ ബാഫക്കി തങ്ങളുടെ പ്രസ്ഥാനം, മതസൗഹാർദ്ദത്തിന്റെ പ്രകാശഗോപുരമായി നിലകൊണ്ട പൂക്കോയത്തങ്ങളും കേൾവിയും കേൾപ്പോരുമില്ലാത്ത ഒരു സമുദായത്തെ അന്യരുടെ വിറക് വെട്ടികളും വെള്ളം കോരികളുമാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപനം നടത്തിയ അത്തോളിയിലെ ആലിമുല്ലാക്കയുടെ മകൻ CH പ്രസ്ഥാനം, നവോത്ഥാന നായകനായിരുന്ന സീതി സാഹിബിന്റെ പ്രസ്ഥാനം, കോട്ടമതിലുകൾ തകർക്കാൻ കഴിയാത്ത വിധം ഹിന്ദു മുസ്ലിം മതമൈത്രിയുടെ അംബാസിഡറായിരുന്ന മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്ഥാനം,